പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ പഠിക്കുന്നതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് നല്ല എഫക്റ്റീവായിട്ട് കയറും. അപ്പൊ ആ ടൈം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും നോമ്പിന്റെ സമയത്ത് പഠിച്ചാൽ പ്രൊഡക്റ്റീവ് ആവുക എന്നുള്ളത് അല്ലേ. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ആ ടൈമിൽ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതോടെ നമ്മൾ ഇപ്പൊ എനിക്ക് കോളേജിൽ കയറിയപ്പോൾ പോലും ഇല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ് എനിക്ക് റേസിന്റെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന റമദാനോടുള്ളത്. ഡ്യൂറേഷൻ നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റീവ് ആയിരിക്കും, അതെനിക്ക് ഉറപ്പ് വരാൻ പറ്റുന്നതാണ്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. കുറേ അല്ലേ വീഡിയോ ഒക്കെ കണ്ടിട്ട്. എങ്ങനെയാണ് എല്ലാവരും സുഖമായിരിക്കുന്നോ? എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? എല്ലാവർക്കും അറിയാലോ ഇപ്പൊ നമ്മളൊരു പരിശുദ്ധ മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പരിശുദ്ധ റമദാനിലൂടെയാണ്. ഒരു നീറ്റ് ആസ്പിരന്റ് ലൈഫിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വർഷം കടന്നു പോകുമ്പോൾ എന്തായാലും റമദാനിലൂടെ കടന്നു പോകില്ലേ. കൂടുതൽ അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കുന്ന ഒരു സമയമാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നീറ്റിന്റെ കാര്യത്തിൽ റമദാൻ എന്നെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് റമദാൻ ആയിരുന്നു എനിക്ക് റേസിന്റെ ഹോസ്റ്റൽ ലഭിച്ചിരുന്നുണ്ടായിരുന്നത്. പറയുകയാണെങ്കിൽ ഫുഡ് ആവട്ടെ അല്ലെങ്കിൽ പഠിത്തമാവട്ടെ നമ്മുടെ നമസ്കാരം എല്ലാം ഒപ്പം കൊണ്ടുപോകാൻ പറ്റിയ രീതിയിലായിരുന്നു, സ്മൂത്ത് ആയിട്ടാണ് ആ കാലമൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് കോളേജിൽ കയറിയപ്പോൾ പോലും ഇല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ് എനിക്ക് റേസിന്റെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന റമദാനോടുള്ളത്. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതും ഇഫ്താർ ആവട്ടെ അല്ലെങ്കിൽ അത്താഴം കഴിക്കുന്നതും അതിന്റെ കൂടെ തന്നെ നമ്മൾ അത്താഴം കഴിച്ചു കഴിഞ്ഞ് നമസ്കരിച്ച് കഴിഞ്ഞ് പഠിക്കാനിരിക്കുന്നതൊക്കെ ഒരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും അറിയുന്ന പോലെ ഇപ്പൊ നമ്മൾ ഭയങ്കര ചൂടുകാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ. അപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര ക്ഷീണമാണ്, പഠിക്കാനൊന്നും പറ്റുന്നില്ല. കൂടെ റമദാനും കൂടെ ആയ സ്ഥിതിക്ക് നോമ്പൊന്നും എടുത്തിട്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരിക്കും. ആദ്യത്തെ 2-3 ദിവസമൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ബാക്കിയുള്ള ദിവസങ്ങളിലേക്ക് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ്സ് ഒക്കെ തലയിൽ നിൽക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സമയം തന്നെയാണിത്. നമ്മളെല്ലാവരും അതിലൂടെ കടന്നു പോയതാണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് 5:30 നമ്മൾ സുബൈ ബാങ്ക് ഒക്കെ കൊടുക്കുക. അപ്പൊ അത്താഴം കഴിച്ച് ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഒരു 7:30, 8 o'clock വരെയെങ്കിലും നമ്മൾ പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ പഠിക്കുന്നതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് നല്ല എഫക്റ്റീവായിട്ട് കയറും. അപ്പൊ ആ ടൈം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അറിയാം ക്ഷീണമൊക്കെ ഉണ്ടാവും, പക്ഷേ ഡീഹൈഡ്രേറ്റഡ് ഒക്കെ ആവാതെ നോക്കണം. നമ്മൾ അത്താഴം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നോമ്പ് തുറന്നു കഴിഞ്ഞാലും കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കണം. നല്ല ചൂടുകാലാണ്, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഡീഹൈഡ്രേറ്റഡ് ആവരുത്. അതിനനുസരിച്ചുള്ള വെള്ളമൊക്കെ നിങ്ങൾ നല്ല ക്വാണ്ടിറ്റിയിൽ കുടിക്കണം. എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും നോമ്പിന്റെ സമയത്ത് പഠിച്ചാൽ പ്രൊഡക്റ്റീവ് ആവുക എന്നുള്ളത് അല്ലേ. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സമയം തന്നെയാണ് റമദാന്റെ സമയം എന്ന് പറഞ്ഞാൽ. അത്താഴം കഴിച്ച് കഴിഞ്ഞിട്ട് പഠിക്കുന്ന സമയം നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ 2-3 മണിക്കൂറെ പഠിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ നമുക്കൊരു 5 hours 6 hours നമ്മൾ പഠിച്ചൊരു എഫക്റ്റ് ആണ് കിട്ടുക. നമുക്കൊരു പക്ഷെ സെൽഫ് എസ്റ്റീമേ ഉണ്ടാവില്ല, കാരണം നമുക്ക് മാർക്ക് കൂടുന്നുണ്ടാവില്ല, റാങ്ക് ഒന്നും കൂടുന്നുണ്ടാവില്ല, എഴുതുന്ന എക്സാമിൽ കൂടുതൽ നെഗറ്റീവ് ഒക്കെ വരാം. ഇതൊക്കെ ഒരാളോട് നമ്മൾ പറയുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ഒരാളോട് നമ്മൾ ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് ഈ ഭാരമൊക്കെ നമ്മൾ കുറഞ്ഞു കിട്ടുന്ന പോലെ തോന്നും. അപ്പോൾ നമുക്ക് അത്രയ്ക്കും പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സമയം തന്നെയാണ്. പറയുകയാണെങ്കിൽ ഒരു 5:30 മുതൽ 7 അല്ലെങ്കിൽ 8 വരെ നിങ്ങൾ മാക്സിമം പഠിക്കാൻ നോക്കണം. പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ കൂടുതൽ പേർക്കും ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, മോക്ക് ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. നമ്മൾ നീറ്റ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതലാണ് നീറ്റ് എക്സാമിനേഷൻ ഒക്കെ നടക്കുന്നില്ലേ. ആ ടൈമിൽ പ്രോബ്ലി നമ്മൾ എപ്പോഴും ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും ഉച്ചക്കൊക്കെ ഫുഡ് കഴിച്ചിട്ട്. അപ്പൊ ആ ഒരു സമയത്തേക്കുള്ള പ്രാക്ടീസ് ആവട്ടെ ഈ റമദാൻ. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാതെയാണ് ക്ഷീണിച്ചിരിക്കുന്നത്, പക്ഷെ നമ്മൾ 5 o'clock ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 6:30 ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നില്ലേ. പക്ഷെ ആ ഒരു സമയം തന്നെ നമ്മൾ ക്ഷീണിച്ചിരിക്കും. ആ ടൈമിൽ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതോടെ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നത്, നമ്മൾ ബ്രെയിൻ ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ബ്രെയിൻ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പവർ മീൻസ് കലോറീസ് തന്നെ വേണം. നമ്മുടെ ബോഡിയിലെ എനർജി ഒക്കെ ഡ്രെയിൻ ആവുന്ന സംഭവം തന്നെയാണ്. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡി അതിനോട് അഡാപ്റ്റ് ആയിട്ട് നമ്മൾ ക്ഷീണിച്ചാൽ പോലും നമുക്കൊരു ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കായിട്ട് മാറും. പിന്നെ നമ്മൾ നോമ്പ് തുറന്നു കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ഫ്രൂട്ട്സ് കഴിക്കുക, കൂടുതലും ചിക്കൻ സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ നോക്കുക. ചിക്കൻ കഴിക്കേണ്ടതെന്നല്ല, പക്ഷെ കൂടുതലായിട്ട് കഴിക്കേണ്ട, അത് നമ്മുടെ ബോഡി ഹീറ്റിനൊക്കെ ബാധിക്കും. പിന്നെ നമുക്ക് വളരെ ക്ഷീണിതമൊക്കെ ആയിട്ട് തോന്നും. അതുകൊണ്ട് കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കുക, വെള്ളമൊക്കെ കുടിക്കുക. പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാലുള്ള ഫുഡും അതിൽ നമ്മൾ ലൈറ്റ് ആയിട്ടല്ലേ സാധാരണ കഴിക്കുക. അത് കഴിഞ്ഞിട്ട് മെയിൻ കോഴ്സ് കഴിക്കാനുള്ള കുറച്ച് ഗ്യാപ്പ് ഒക്കെ കൊടുക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് മഗ്‌രിബൊക്കെ നിസ്കരിച്ച് അതിനുള്ള സമയമൊക്കെ റെഡി ആക്കി കുറച്ച് ഖുർആനൊക്കെ ഓതിയിട്ട് ലാസ്റ്റിലുള്ള ഫുഡ് നമുക്ക് മെയിൻ കോഴ്സ് ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 11 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം. കാരണം നമുക്ക് രാവിലെ എഴുന്നേറ്റ് വീണ്ടും പ്രൊഡക്റ്റീവ് ആവാനുള്ളതാണ്. മെയിൻ കോഴ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഏകദേശം നമുക്ക് കുറച്ച് എനർജി ഒക്കെ വന്ന് തുടങ്ങും അല്ലേ. അപ്പൊ ആ ടൈമിൽ എന്ത് ചെയ്യുക, വീണ്ടും പഠിക്കാനിരിക്കുക. അറിയാം നമ്മൾ ക്ഷീണിച്ചുകൊണ്ട് കൂടുതൽ സമയമൊന്നും പഠിക്കില്ല. ഒറിജിനലി നമ്മൾ സാധാരണ ഡേയിൽ പഠിക്കുന്ന അത്രയൊന്നും നമ്മൾ ഇതിനു വേണ്ടി പഠിക്കില്ല.
നോമ്പായി കഴിയുമ്പോൾ നമുക്ക് ടൈം ഡ്യൂറേഷൻ ഒക്കെ കുറവായിരിക്കും, നമ്മൾ ഭയങ്കര ക്ഷീണിച്ചായുണ്ട്. പക്ഷെ പഠിക്കുന്ന ഡ്യൂറേഷൻ നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റീവ് ആയിരിക്കും, അതെനിക്ക് ഉറപ്പ് വരാൻ പറ്റുന്നതാണ്. നമുക്ക് അധികം ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, നമ്മുടെ സോൾ ഭയങ്കര ക്ലീൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം കിട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. പിന്നെ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരൊക്കെ ഒരു പക്ഷെ നോമ്പ് എടുക്കാതിരിക്കുന്നൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ എടുക്കേണ്ട പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അതൊന്നും കാര്യമില്ല. പക്ഷെ നമ്മൾ നോർമലി ഉള്ള ഒരാൾ, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ നീറ്റ് എക്സാം ആയതുകൊണ്ട് നോമ്പ് മാറ്റി വെക്കണം എന്ന് ഞാൻ പറയില്ല. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയാണ്. നിങ്ങളെല്ലാവരും നോമ്പ് എടുക്കുക, അതിനനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാം. ആ നോമ്പിന് നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലെ റമളാന്റെ ആ 30 ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ ആവാം ഒരു പക്ഷെ നമുക്ക് നീറ്റിലൂടെ കിട്ടുന്നത് അല്ലേ. നമ്മൾ അത്രയും കാലം വർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമുക്കൊരു ഫെയ്ത്തും വേണമല്ലോ, നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഫെയ്ത്തും കൂടി ഉണ്ടാവണം. അത് ആരും ആവട്ടെ, നമ്മൾ ഏത് പ്രാർത്ഥനയാവട്ടെ, എല്ലാവരും നല്ലോണം പ്രാർത്ഥിക്കണം. ഇതിൻ്റെ ഇടയിലൂടെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ടാവും. പക്ഷെ റമളാൻ കാലം നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒന്നും എഴുതാതിരിക്കരുത്, അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബിലീഫ് ആണെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കൂടെ നമ്മുടെ പ്രിപ്പറേഷനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഇത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ട്, അവർക്കും ഇത് അയച്ചു കൊടുക്കണം. രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. രണ്ടും ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമ്പോഴാണ് നമ്മളൊരു കറക്റ്റ് നീറ്റ് ആസ്പിരന്റ് ആവുന്നത്, ഒരു റിയൽ സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു മോഡൽ സ്റ്റുഡൻറ് ആവുന്നത് അപ്പോഴാണല്ലേ. രണ്ടും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണം. ഇത് കാരണം മറ്റത് കാരണം ഇതൊന്നും പോകരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കുക, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നല്ല സ്കെഡ്യൂൾ ഉണ്ടാക്കുക. നിങ്ങളുടെ ബിലീഫൊക്കെ വെച്ചിട്ട് നിങ്ങൾ മാനേജ് ചെയ്ത് പോകണം. അതിൻ്റെ കൂടെ തന്നെ നടത്തുന്ന എല്ലാ എക്സാംസും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. മോഡൽ എക്സാംസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുക. അതിൽ വരുന്ന നെഗറ്റീവ്സ് ഒക്കെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം. കൂടെ നല്ലോണം പ്രാർത്ഥിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു മെഡിക്കൽ കോളേജിൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.